ദൈവമാതാവിൻ്റെ കൃപയും കരുണയും അനുഗ്രഹങ്ങളും ധാരാളമായിട്ട് നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. വീണ്ടെടുപ്പ്. ജന്മഭാവമില്ലാതെ ലോകത്തിൽ ജനിച്ച ഏക വ്യക്തിയാണ് പരിശുദ്ധ ദൈവമാതാവ്. കർമ്മത്തിലും പാവരഹിതയാണ് പരിശുദ്ധ ദൈവമാതാവ്. അതിനാൽ കൃപ വീണ്ടും ലോകത്തിലെത്തി. പാപാന്ധകാര ലോകത്തിലെ പാപം തീർക്കുവാൻ വേണ്ടി ഉദയകാല നക്ഷത്രം പോലെ ലോകത്തിൽ ജനിച്ചവളാണ് പരിശുദ്ധ ദൈവമാതാവ്. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയാണ് പരിശുദ്ധ ദൈവമാതാവ്. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുത്തു. ഈ എളിമയും താഴ്മയും സ്നേഹവും വിനയവുമാണ് മാതാവിൻ്റെ സവിശേഷത. ലൂക്കോയുടെ സുവിശേഷത്തിൽ മാതാവിനെ നമുക്കറിയപ്പെടാം. യേശുവിനെ കാണാതായ ദിവസങ്ങളിൽ തേടി നടന്ന് യേശുവിനെ കണ്ടെത്തുന്നു. അപ്പോൾ മാതാവ് സന്തോഷിക്കുന്നു, ആനന്ദിക്കുന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ചിലപ്പോഴൊക്കെ യേശുവിനെ നമുക്ക് നഷ്ടപ്പെട്ടെന്നിരിക്കാം. കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞ് തീർന്നപ്പോൾ ആ കുടുംബത്തിന് യേശുവിനെ കൊണ്ട് വെള്ളം വീഞ്ഞാക്കി ധാരാളമായി കൊടുത്തു കുടുംബത്തെ സന്തോഷിപ്പിച്ചു. യേശുവ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ അവസരങ്ങളെല്ലാം മറന്ന് അവിടുത്തെ ഓടിയെത്തി യേശുവായി ശുശ്രൂഷിച്ചു. അതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പരിസരങ്ങളിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ ധാരാളം ആളുകൾ അവശതയിലും പ്രയാസത്തിലും കഴിയുന്നവരുണ്ട്. നമ്മളും പരിശുദ്ധ മാതാവിനെ പോലെ പിൻചെന്നവരെ നമുക്ക് സഹായിക്കാം. യേശു കുരിശിൽ കിടന്നുകൊണ്ട് യോഹന്നാനോട് പറഞ്ഞു, യോഹന്നാനെ, ഇതാ നിന്റെ അമ്മയും എൻ്റെ അമ്മയെന്ന്. അങ്ങനെ വെറുതെ ഒരമ്മയല്ല യേശു നമുക്ക് തന്നത്. പരിശുദ്ധ മാതാവിൻ്റെ നല്ല പ്രവർത്തികൾ ചെയ്ത് നമുക്കും ലോകത്തിൽ ജീവിക്കുന്നതിന് വേണ്ടിയാണ് യേശു നിന്റെ അമ്മയും എൻ്റെ അമ്മയും എന്ന് പറഞ്ഞ് മാതാവിനെ നമുക്ക് വിട്ടു തന്നത്. പരിശുദ്ധ ജപമാല ആയുധമായി നമ്മുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നമുക്കും പരിശുദ്ധ മാതാവിനോടൊപ്പം മുന്നേറാം. പരിശുദ്ധ മാതാവിൻ്റെ ജന്മതിരുനാൾ കൊണ്ടാടുന്ന ഈ അവസരത്തിൽ എൻ്റെ എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്ക് ചുരുക്കുന്നു.